എന്തായിരുന്നു ട്രംപ് അണ്ണനുമായി അടുക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൈവിട്ട നീക്കങ്ങൾ? അഹമ്മദാബാദിൽ വിളിച്ചുകൊണ്ട് വന്ന് സ്വീകരിച്ചത് പോയിട്ട് അവിടെ അമേരിക്കയിൽ പോയി ട്രംപിന് വോട്ട് തേടുക വരെ ചെയ്തു. ആരും ചെയ്യാത്ത കാര്യങ്ങൾ. എന്നിട്ട് എന്തായി? സൗഹൃദത്തിൻ്റെ വില കടും വെട്ട് തീരുവ. എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് അണ്ണം പറയും പോലും. ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചൈനയോടും റഷ്യയോടും ചങ്ങാത്തം കൂടിയാണ് ട്രംപിന് ഇന്ത്യയുടെ മറുപടി. ട്രംപ് അണ്ണന് അടുത്ത കുരുപൊട്ടാൻ ഇതൊക്കെ ധാരാളം. ട്രംപിന്റെ കടുംവെട്ട് തീരുവയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരം ഉണ്ടെങ്കിൽ അതം കളഞ്ഞേര്. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അമേരിക്ക ഏർപ്പെടുത്തിയ അധിക ചുങ്കത്തിന്റെ ആഘാതം മറികടക്കാൻ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ നീക്കം. ജാക്കി, യു വിൽ റിഗ്രറ്റ്. നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോകില്ല. ഐ പിറ്റി യു. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിന് പിന്നാലെ ഇന്ത്യ റഷ്യ ചൈന അച്ചുതണ്ട് വീണ്ടും സജീവം. റഷ്യയുമായുള്ള ബഹുമുഖ സഹകരണത്തെ മറ്റാർക്കും സ്വാധീനിക്കാനാകില്ലെന്ന് നരേന്ദ്രമോദി. ഈ അളിയന്റെ തമാശ അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, കാഷ്വൽ ടോക്ക്. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ച് ശരിയാവില്ല. നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. വേണ്ട വേണ്ട, ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. ആളിയോടെ നിൽക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. കാറ്റും കടലും സ്നേഹിക്കുന്നു, മണ്ണും മിണ്ണും സ്നേഹിക്കുന്നു, മനസ്സും മനസ്സും സ്നേഹിക്കുന്നു. തന്ത കുളിച്ചായിരിക്കുള്ളൂ, പക്ഷെ ചൈനീസിലായതുകൊണ്ട് കേൾക്കാൻ രസമുണ്ട്. അതെ, ഇങ്ങനെ ചിരിച്ചിട്ട് തന്നെ ആ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോയാലോ? അതെന്തിനാ? അവിടെ കുറെ പൂവാലന്തണ്ടികളുണ്ട്. അപ്പൊ എനിക്കൊരു വൈറ്റിന് ഇന്ത്യ ചൈനയുടെ ഇരുണ്ട ഗർത്തത്തിൽ വീണുപോയിരിക്കുന്നു എന്നാണ് ട്രംപ് അണ്ണൻ്റെ പരിദേവനം. നമ്മൾ സ്വന്തം കാലിലാണ് നിൽക്കുന്നതെന്നും അതിനാൽ ഒരിടത്തും വീണുപോകില്ലെന്നുമുള്ള ഒരു അസൽ മറുപടി ട്രംപ് അണ്ണൻ അർഹിക്കുന്നുണ്ട്. കൊടുക്കുമായിരിക്കും. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.